ഈ ക്ലാസ് നമ്മുടെ പുതിയൊരു മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. മൊഡ്യൂൾ 4 ഫങ്ഷൻസ്. എ ഫങ്ഷൻ ഇൻ ലാംഗ്വേജ് ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് that perform a specific task or a number of statement grouped into single logical unit. ഇപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്, ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് ഉള്ള ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ബ്ലോക്ക് ഓഫ് കോഡിനകത്ത് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതൊരു സിംഗിൾ ലോജിക്കൽ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നതിനുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗ്രൂപ്പ് ചെയ്ത് ഒരു സിംഗിൾ ലോജിക്കൽ യൂണിറ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് ബിൽറ്റ് ഇൻ ഓർ ലൈബ്രറി ഫങ്ഷനും അതുപോലെ തന്നെ രണ്ടാമത്തേത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. അപ്പം ബിൽറ്റ് ഇൻ ഓർ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ട ഫങ്ഷൻസാണ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ ഓൾറെഡി അവൈലബിൾ ഫോർ യൂസ് ആസ് എ പാർട്ട് ഓഫ് C ലൈബ്രറി. It is enough if we know the purpose of functions and the syntax of their usage. The user can only use these functions but cannot change or modify them. Built-in functions എന്ന് പറയുമ്പം നമ്മുടെ C ലൈബ്രറിയിലുള്ള ഫങ്ഷനാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മുടെ സിക്കകത്ത് സിയുടെ ഒരു പാർട്ട് തന്നെയാണ്. നമുക്ക് ആ ഫങ്ഷൻ്റെ സിൻടാക്സ് ഫങ്ഷൻസ് ഡയറക്റ്റ്ലി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ കോഡ് ഡയറക്റ്റ്ലി പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഫങ്ഷനിൽ മോഡിഫൈ ചെയ്യാനോ അതുപോലെ തന്നെ ചേഞ്ച് വരുത്താനോ ഒന്നും സാധിക്കാൻ പറ്റുകയല്ലാത്ത ഫങ്ഷനാണ് ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വന്നിട്ടുണ്ട് SQRT. അപ്പോൾ SQRT എന്ന് പറയുമ്പം സ്ക്വയർ റൂട്ട് കാണാനുള്ള ഒരു ഫങ്ഷൻ. അതെന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫങ്ഷനാണ് അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷനാണ്. ഓൾറെഡി C ലൈബ്രറിയുടെ പാർട്ടായിട്ടുള്ളത് തന്നെയുള്ള ഫങ്ഷനാണ് ഈ SQRT എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 9 ആയിരിക്കും അല്ലേ. SQRT എന്ന് പറയുമ്പം 81ൻ്റെ സ്ക്വയർ റൂട്ട്. അത് math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഈ SQRT എന്ന് പറയുന്ന ഈ ഫങ്ഷന് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഹിയർ യൂസർ നീഡ് നോട്ട് വറി എബൌട്ട് സോഴ്സ് കോഡ്. അപ്പം നമുക്ക് യൂസർക്ക് സോഴ്സ് കോഡിനെ കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി C ലൈബ്രറിക്കകത്തുള്ള ഫങ്ഷൻസാണ് ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫങ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The functions are defined by the user according to his or her requirements. അപ്പം യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷനുകളെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. The user can modify the function according to the requirement. അപ്പം യൂസർ തന്നെയാണ് ഫങ്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് യൂസർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് അനുസരിച്ച് കോഡ് അല്ലെങ്കിൽ ഈ ഫങ്ഷൻ്റെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ദ യൂസർ ഹാസ് ഫുൾ സ്കോപ്പ് ടു ഇംപ്ലിമെൻറ്റ് ഹിസ് ഓർ ഹെയർ ഐഡിയാസ് ഇൻ ദ ഫങ്ഷൻ. അപ്പോൾ ഒരു യൂസർക്ക് അവരവരുടെ ഐഡിയാസിൽ പെർഫോം ചെയ്യാനുള്ള ഫുൾ സ്കോപ്പും ഈ യൂസർ ഡിഫൈൻഡ് ഫങ്ഷനകത്ത് ഉണ്ട്. The main distinction between these two categories is that library functions are not required to be written by us, whereas a user-defined function has to be developed by the user at the time of writing a program. അപ്പം ഈ രണ്ട് തരത്തിലുള്ള ഫങ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ യൂസർ ഡെവലപ്പ് ചെയ്യുന്ന ഫങ്ഷനുകളാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. പക്ഷേ ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓൾറെഡി റിട്ടൺ ചെയ്തു വച്ചേക്കുന്നതാണ്. അതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കാറ്റഗറീസ്. രണ്ട് തരത്തിലുള്ള ഫങ്ഷനും തമ്മിലുള്ള വ്യത്യാസം. എ ഫങ്ഷൻ ഈസ് കോൾഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ് ടു ബ്രാഞ്ച് ഓഫ് ഫ്രം പ്രോഗ്രാം ഫ്ലോ ആൻഡ് എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വിതിൻ ദാറ്റ് ഫങ്ഷൻ. അപ്പം ഒരു ഫങ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഫങ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്തേക്കുന്നത് ആ ബ്ലോക്ക് ഓഫ്
പ്രോഗ്രാം ഫ്ലോ അനുസരിച്ച് ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അപ്പം പ്രോഗ്രാമിൻ്റെ ഫ്ലോ അനുസരിച്ച് ആ ഫംഗ്ഷനകത്തുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൺസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഫങ്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്, program flow resumes from the place where function is called. A few functions main, printf and scanf were already used. ഇപ്പം നമ്മൾ മെയിൻ, പ്രിൻ്റ് എഫ്, സ്കാൻഎഫ് ഫങ്ഷനുകൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഫങ്ഷൻസാണ്. ഒരിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്താൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ അനുസരിച്ചായിരിക്കും എവിടെയാണോ ഫങ്ഷൻ ഉള്ളത് അങ്ങനെ പെർഫോം ചെയ്യുന്നത്. The main function is special in the way that it is called automatically when the program starts. അപ്പം നമ്മുടെ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കമ്പൈലർ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി മെയിൻ ഫങ്ഷൻ എവിടെയാണ് എന്നാണ് കമ്പൈലർ നോക്കുന്നത്. അപ്പം മെയിൻ ഫങ്ഷൻ എവിടെയുണ്ടോ അവിടെ വെച്ചായിരിക്കും പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റ് മെയിൻ എന്ന് താഴെ എഴുതിയേക്കുന്ന ഫങ്ഷനെയാണ് നമ്മൾ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതും മെയിനിനകത്താണ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. In C and other programming languages, it is possible to create customized functions. There are many advantages in using function in a program there. അപ്പം നമ്മൾ ഫങ്ഷൻ യൂസ് ചെയ്യുന്നതിനുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് ഇവിടെ തന്നേക്കുന്നത്. ഫങ്ഷൻ മേക്സ് പ്രോഗ്രാം ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ബ്രേക്കിംഗ് ഇറ്റ് ടു മാനേജബിൾ ചങ്ക്സ്. അപ്പം ഫങ്ഷൻ എന്ന് പറയുമ്പം പ്രോഗ്രാമിനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു മാനേജബിൾ ചങ്ക്സ് അല്ലെങ്കിൽ പീസായിട്ടാണ് ഈ ഫങ്ഷനകത്ത് പ്രോഗ്രാംസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് അല്ലേ. ഓരോ ഫങ്ഷൻ എന്ന് പറയുന്നത് ഓരോ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഓരോ ഫങ്ഷനകത്തും എഴുതി കൊടുക്കുന്നത്. Next, code reuse. A function can be used to avoid rewriting the same sequence of code at 2 or more locations in a program. അപ്പം ഒരു പ്രോഗ്രാമിനകത്ത് സെയിം സീക്വൻസ് ഓഫ് കോഡ് യൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഫങ്ഷൻ യൂസ് ചെയ്യാം. അപ്പം കോഡ് റീയൂസ് എന്ന് പറയുന്നത് അടുത്ത അഡ്വാൻറ്റേജസ് ആണ്. നമ്മുടെ ഫങ്ഷൻ്റെ വേറെ അടുത്ത അഡ്വാൻറ്റേജസ് ആണ് കോഡ് റീയൂസ് എന്ന് പറയുന്നത്. This is especially useful if the code invoked is long or complicated. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് പ്രയോജനപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഡ് വലുതാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന സാഹചര്യത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ എഴുതിയുള്ളെങ്കിലും നമുക്ക് വേറെ സ്ഥലത്ത് ഫങ്ഷൻ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് കോഡിൻ്റെ റീയൂസബിലിറ്റിയെ തന്നെ കോഡിൻ്റെ റീയൂസബിൾ എന്ന് പറയുന്ന ആ അഡ്വാൻറ്റേജസിനെയാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ഡീബഗിങ് ആണ്. ഫങ്ഷൻസ് മേക്ക് കോഡ് ഷോർട്ടർ ആൻഡ് മോർ റീഡബിൾ. അപ്പം ഫങ്ഷൻ എന്ന് പറയുമ്പം നമുക്ക് കോഡിനെയൊക്കെ ഷോർട്ടാക്കിയും അതുപോലെ തന്നെ മോർ റീഡബിൾ ആയിട്ടും കാണിക്കുന്നുണ്ട്. ഇറ്റ് വിൽ ബി ലെസ് ലൈക്ലി ടു മേക്ക് മിസ്റ്റേക്ക് വെൻ ദ കോഡ് ഈസ് ഷോർട്ടർ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കോഡിനകത്തുള്ള മിസ്റ്റേക്കൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. ഫങ്ഷനകത്താണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കോഡ് ഷോർട്ടർ ആക്കാം, നമുക്ക് മോർ റീഡബിൾ ആക്കാം. ഇഫ് വി റിയലൈസ് ദാറ്റ് മിസ്റ്റേക്ക് ഒക്കേർഡ് ഇൻ ദ കോഡ്, വി നീഡ് ടു റീപ്ലേസ് ദ കോഡ് ഇൻ ദ only one place, making debugging easier. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മൾ ആ പർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നതിനുള്ള ഫങ്ഷന് എഴുതി കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫങ്ഷൻ മാത്രം ഒന്നുകൂടെ റീപ്ലേസ് ചെയ്ത് എഴുതിയാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ഡീബഗിങ് ആണ്. ഫങ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ഡീബഗ് ചെയ്യാൻ പറ്റുമെന്നുള്ള അടുത്ത അഡ്വാൻറ്റേജസ്. Next, code sharing. A function may be used by many other programs. This means that C programmer can build on what others have already done instead of starting over from scratch.
അപ്പോൾ നമ്മുടെ ഒരു കോഡ് ഷെയർ ചെയ്യാൻ പറ്റും. അത് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിനും ആ കോഡ് തന്നെ യൂസ് ചെയ്യാം. അതാണ് കോഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. പ്രോഗ്രാമിംഗ് ടീംസ് ഡസ് എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് പ്രോഗ്രാമിംഗ്. If the program is divided into subprograms, each subprograms can be written by one or two team members of the team rather than having the whole team to work the complex program. അപ്പോൾ ഒരു കോംപ്ലക്സ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഫങ്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പ്രോഗ്രാമിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫങ്ഷൻ്റെ പ്രോപ്പർട്ടി നോക്കാം. ദ റിട്ടേൺ ടൈപ്പ് ഈസ് ദ ഡേറ്റ ടൈപ്പ് ഓഫ് ദ റിട്ടേൺ വാല്യൂ ഓഫ് ദ ഫങ്ഷൻ. അപ്പം നമ്മുടെ ഫങ്ഷൻ എപ്പോഴും ഒരു റിട്ടേൺ ടൈപ്പും കാണും. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫങ്ഷൻ്റെ റിട്ടേൺ വാല്യൂവിനെയാണ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ദ നെയിം ഈസ് റിക്വയർഡ് ആസ് ആൻ ഐഡൻറ്റിഫയർ ടു ദ ഫങ്ഷൻ സോ ദാറ്റ് ദ കമ്പ്യൂട്ടർ നോസ് വിച്ച് ഫങ്ഷൻ ഈസ് കോൾഡ്. നെയിമിംഗ് ഓഫ് ഫങ്ഷൻസ് ഫോളോസ് സെയിം സെറ്റ് ഓഫ് റൂൾസ് ആസ് ദ നെയിമിംഗ് ഓഫ് വേരിയബിൾസ്. അപ്പം നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നെയിം കാണും. അത് നമ്മുടെ ഫങ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഐഡൻറ്റിഫയർ ആയിട്ടാണ് ഈ നെയിം പ്രോഗ്രാമിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫങ്ഷനെ വിളിക്കേണ്ടത്, അപ്പം നമ്മൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫങ്ഷന് നമ്മൾ ഫങ്ഷന് നെയിം വെച്ച് വിളിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫങ്ഷന് കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് വേരിയബിൾസിന് ഫോളോ ചെയ്യുന്ന അതേ റൂൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും നമ്മൾ ഫങ്ഷന് നെയിം കൊടുക്കുന്നത്. Functions can take arguments. A function might need extra information for it to work. Arguments are optional. അപ്പം ഫങ്ഷനകത്ത് യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം എക്സ്ട്രാ ഇൻഫർമേഷൻ, ഫങ്ഷൻ എക്സ്ട്രാ വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ വേണം. ഈ എക്സ്ട്രാ ഇൻഫർമേഷനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ഫങ്ഷന് പരിചയപ്പെട്ട് കഴിയുമ്പം എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പഠിക്കും. ദ ഫങ്ഷൻ ബോഡി ഈസ് സറൗണ്ടഡ് ബൈ ദ കേർലി ബ്രേസസ് ആൻഡ് കണ്ടെയ്ൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫങ്ഷൻ. അപ്പോൾ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫങ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത് കേർലി ബ്രേസസിനകത്തായിരിക്കും സറൗണ്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളൊരു ഫങ്ഷൻ്റെ ഒരു ഫങ്ഷൻ എങ്ങനെയാണെന്ന് കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ഫങ്ഷൻ്റെ ബോഡി, എന്താണ് ആർഗ്യുമെൻറ്റ്സ്, എന്താണ് ഫങ്ഷൻ നെയിം എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ദ റിട്ടേൺ വാല്യൂ ഇസ് ദ വാല്യൂ ഈസ് പാസ്ഡ് ബാക്ക് ടു ദ മെയിൻ പ്രോഗ്രാം. ദ ഫങ്ഷൻസ് എക്സിസ്റ്റ് വെനെവർ എ വാല്യൂ ഈസ് റിട്ടേൺഡ്. അപ്പോൾ റിട്ടേൺ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം എവിടെ റിട്ടേൺ വാല്യൂ കാണുന്നോ അവിടെ ഫങ്ഷന് എക്സിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ കാണുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ എലമെൻസിനെയാണ്. ഇൻ ഓർഡർ ടു മേക്ക് യൂസ് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ വി നീഡ് ടു എസ്റ്റാബ്ലിഷ് 3 എലമെൻറ്റ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഫങ്ഷൻ. അപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 എലമെൻറ്റ്സ് ആണ് ഫങ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒന്ന് ഫങ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, നെക്സ്റ്റ് ഫങ്ഷൻ കോള്, നെക്സ്റ്റ് ഫങ്ഷൻ ഡിക്ലറേഷൻ. ഇങ്ങനെ 3 എണ്ണവും കൂടെ കൂടുന്നതാണ് ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫങ്ഷൻ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ ഫങ്ഷൻ ഡെഫിനിഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാം മൊഡ്യൂൾ ദാറ്റ് ഈസ് സ്പെഷ്യലി റിട്ടേൺ ടു ഇംപ്ലിമെൻറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഫങ്ഷൻ. അപ്പം ഫങ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഫങ്ഷന് വേണ്ട കാര്യങ്ങൾ എഴുതുന്ന ഒരു ഭാഗമാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പം ഓരോ പ്രോഗ്രാം മൊഡ്യൂളിനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. In order to use this function, we need to invoke it at the required place in the program. This is known as function call. അപ്പോൾ നമ്മൾ ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഓരോ പ്രോഗ്രാമിനും ഓരോ മൊഡ്യൂളായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഫങ്ഷൻ ഡെഫിനിഷൻ. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് ഈ പ്രോഗ്രാം വേണ്ടത്, എവിടെയൊക്കെയാണ് ഈ ഫങ്ഷൻ വേണ്ടത്, അവിടെയൊക്കെ നമ്മൾ ഫങ്ഷനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ഫങ്ഷൻ കോൾ വേണം. നമ്മൾ ഫങ്ഷൻ കോൾ വെച്ച് ഫങ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഫങ്ഷൻ ഡെഫിനിഷൻ ആയിരിക്കും വർക്കാവുന്നത്.
The program that calls the function is referred as calling program or called function. അപ്പോൾ നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യുന്ന ഭാഗമാണ് കോളിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ കോളിംഗ് ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ദ കോളിംഗ് പ്രോഗ്രാം ഷുഡ് ഡിക്ലെയർ എനി ഫങ്ഷൻ ദാറ്റ് ഈസ് ടു ബി ലേറ്റർ ഇൻ ദ പ്രോഗ്രാം. ദിസ് ഈസ് നോൺ ആസ് ഫങ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇപ്പോൾ അടുത്തത് പറഞ്ഞേക്കുന്നത് ഫങ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ പ്രോട്ടോടൈപ്പിനെ കുറിച്ചാണ്. നമ്മൾ ലേറ്റർ യൂസ് ചെയ്യുന്നതും ഈ പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതനുസരിച്ചാണ്. അപ്പം അതിനെയാണ് നമ്മൾ ഫങ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ ഓഫ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. എ ഫങ്ഷൻ ഡെഫിനിഷൻ ഓർ ഫങ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഷാൾ ഇൻക്ലൂഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഫങ്ഷനെ ഡിഫൈൻ ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ്, ഒരു ഫങ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. ഒന്ന് ഫങ്ഷൻ നെയിം വേണം, രണ്ടാമത്തെ റിട്ടേൺ ടൈപ്പ് വേണം, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് വേണം, ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ വേണം, ഫങ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഒരു ഫങ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഫങ്ഷൻ്റെ ഡെഫിനിഷൻ്റെ ജനറൽ ഫോർമാറ്റ് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണ് റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പം ഇൻറ്റിജർ ആകാം, ഫ്ലോട്ട് ആകാം, അങ്ങനത്തെ ടൈപ്പിനെയാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഫങ്ഷൻ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഫങ്ഷന് കൊടുക്കുന്ന നെയിമാണ് ഫങ്ഷൻ നെയിം എന്ന് പറയുന്നത്. പിന്നെ പാരാമീറ്റർ ലിസ്റ്റ്, നമ്മൾ ഏതൊക്കെ പാരാമീറ്ററാണ് നമ്മുടെ ഫങ്ഷൻ കോളിലേക്ക് റിട്ടേൺ ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഫങ്ഷനകത്തുള്ളത് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വേരിയബിൾ ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നമ്മളെവിടെയും വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ലോക്കൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് 1, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പം നമ്മൾ ഈ ഫങ്ഷനകത്ത് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് 1, എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവസാനം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന വാല്യൂ ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫങ്ഷൻ കോഡിനകത്ത് പാരാമീറ്റർ ആയിട്ടാണ് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ നമ്മൾ റിട്ടേൺ അടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ പ്രോഗ്രാം ഫങ്ഷന് എക്സിറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നു. ദ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് വാല്യൂ ദാറ്റ് ഫങ്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു റിട്ടേൺ ടു ദ കോളിംഗ് ഫങ്ഷൻ. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഫങ്ഷന് എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. കോളിംഗ് ഫങ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഓഫ് വാല്യൂ എന്നൊക്കെ പറയുന്നത്. ഇഫ് ദ ഫങ്ഷൻ ഈസ് നോട്ട് റിട്ടേണിങ് എനിത്തിങ് ദെൻ വി നീഡ് ടു സ്പെസിഫൈ ദ റിട്ടേൺ ടൈപ്പ് ആസ് വോയിഡ്. അപ്പം നമ്മൾ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ദ ഫങ്ഷൻ നെയിം ഈസ് എനി വാലിഡ് C ഐഡൻറ്റിഫയർ ആൻഡ് സോ ഇറ്റ് മസ്റ്റ് ഫോളോ സെയിം റൂൾസ് യൂസിങ് വേരിയബിൾ നെയിംസ് ഇൻ C. അപ്പോൾ ഫങ്ഷൻ നെയിം എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയർ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വേരിയബിൾ നെയിംസിന് ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെയിം കോഡ് തന്നെയാണ് ഈ ഫങ്ഷൻ നെയിമിനും യൂസ് ചെയ്യുന്നത്. ദ നെയിം ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ഫോർ ദി ടാസ്ക് പെർഫോംഡ് ബൈ ദ ഫങ്ഷൻ. അപ്പം നമ്മുടെ ഈ ഫങ്ഷൻ നെയിം എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനപ്പെട്ടതാണ്. ഒരു ഫങ്ഷൻ്റെ ടാസ്ക് പെർഫോം ചെയ്യാൻ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ഈ ഫങ്ഷൻ നെയിം എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസ് നമ്മൾ ജസ്റ്റ് ഒരു ഫങ്ഷൻ എന്നാന്ന് കണ്ടു, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ ഒരു ഫങ്ഷൻ ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടു. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.